പിന്നെ ഉദൂഹിയത്തിൻ്റെ ഈ മാംസം അന്യമതസ്ഥർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് വിധി? ഉദുഹിയത്തിൻ്റെ മാംസം അന്യമതസ്ഥർക്ക് കൊടുക്കാൻ അത് പാടില്ല. ഇസ്ലാമിലെ ഇബാദത്തുകൾ 2 ഐറ്റം ഇബാദത്തുകളുണ്ട്. ചില ഇബാദത്തുകൾ അതിൻ്റെ സമയം, രൂപം, ഭാവം ചെയ്യേണ്ടതൊക്കെ നിർണ്ണയിക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളെ നമുക്ക് അങ്ങനെ തന്നെ നിർവഹിക്കാൻ പറ്റൂ. ചില ഇബാദത്തുകൾ അങ്ങനെയല്ല, അതിന് രൂപവും ഭാവവും സമയവും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉദാഹരണത്തിന് സദക്ക കൊടുക്കുക, അതൊരു ഇബാദത്താണ്. പക്ഷേ അതിന് ഇന്ന സമയത്ത് കൊടുക്കണമെന്നോ ഇത്ര കൊടുക്കണമെന്നോ ഇന്ന ആൾക്ക് കൊടുക്കണമെന്നില്ല. അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം, അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം, പിന്നെ ഹിന്ദുക്കൾക്ക് കൊടുക്കാം, ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, നിരീശ്വരവാദികൾക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. സദക്ക ആർക്ക് കൊടുത്താലും കൂലി കിട്ടും. കൊടുക്കാമെന്നാണ്, കൊടുക്കൽ അനുവദിനാന്നല്ല, കൊടുത്താൽ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് അത്. അതേ സമയത്തിൽ ഈ ഉളുഹിയത്ത്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അത് ഇന്ന ആൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്നുള്ള രൂപവും ഭാവവും നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇബാദത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ അതിന് വകുപ്പില്ല. വളരെ അപൂർവം ചില കിതാബുകളൊക്കെ ദിമ്മിയായ കാഫറിന് കൊടുക്കാന്നുള്ള ചില ചർച്ചകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ദിമ്മിയായ കാഫർ എന്നത് അതിന് നിബന്ധനകളൊക്കെ ഒത്ത കാഫറൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല. അപ്പോൾ ഈ മാംസം അവർക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പക്ഷേ നമ്മൾ സാമൂഹികമായി ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രതിസന്ധിയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് നമ്മളെ മതപരമായ വിഷയമാണ്. നമ്മൾ തൊട്ട അയൽവാസിയാണെങ്കിൽ, നമ്മളെല്ലാ കാര്യത്തിലും ഷെയർ കൂടുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ മറ്റു ഒരല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്ന് അതവർക്ക് കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അവരോട് അത് പറഞ്ഞിട്ടോ പറയാതെയോ ചെയ്യാം. അത് ഒരിക്കലും അവർക്ക് മാംസം കൊടുക്കുന്നതിനോ അവരുടെ മതപരമായ എന്തെങ്കിലും വിരോധമോ ഒന്നുമല്ല. ഇതൊരു ആരാധന ശരിയാക്കാനുള്ള നിബന്ധനകളാണ്. ഈ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ചിലർക്ക് കൊടുത്താൽ വിടാത്തതുണ്ട്. ഇപ്പം നിർബന്ധമായ നീർച്ചയാക്കിയ ഒതുകിയത്താണെങ്കിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ടീമാണ് അഹ്ലു ബൈത്ത്. ഈ അഹ്ലു ബൈത്തിന് നീർച്ചയാക്കിയ ഒതുകിയത്ത് കൊടുത്താൽ വിടൂല. അത് അവരെ അവഗണിക്കല്ല, അതൊരു നിയമമാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് അവരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വിദ്വേഷമോ അല്ലാതൊരു നിയമമാണ്. മുതലാളിമാർക്ക് കൊടുത്താൽ വിടൂല, നിർബന്ധമായത്. മുതലാളിമാരെ പിന്നെ നമുക്ക് പറയാം മുതലാളി ആയതാണ്. വളരെ പാവപ്പെട്ട ഒരു തങ്ങളുട്ടി നമ്മളെ അയൽവാസിയായിട്ടുണ്ട്. നമ്മളൊരു നീർച്ചയാക്കിയ ഒരാടോ പശുവുണ്ട്, അതിന് അറക്കുകയാണ്. അതിന് ഒരു കഷ്ണ മാംസം പോലും അവർക്ക് കൊടുത്താൽ വിടൂല. അപ്പോൾ അത് ഹിന്ദു എന്നതുകൊണ്ടോ മുസ്ലിം അല്ല എന്നുകൊണ്ടല്ല, മതപരമായ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഹ്ലു ബൈത്തിന് കൊടുത്താലും അവിടെ വിടാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അതേപോലെ ഇത് സുന്നത്തായത് അഹ്ലു ബൈത്തിന് കൊടുക്കാം, സദക്ക ആർക്ക് കൊടുക്കാം? ഹിന്ദുക്കൾക്ക് കൊടുക്കാം. ഉളുഹിയത്തിൻ്റെ മാംസം എന്നത് മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്നത് മതപരമായൊരു നിയമമാണ്. അതുപോലെ മറ്റു മതത്തിലും ഒരുപാട് നിയമങ്ങളുണ്ട്. അവരുടെ മതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തരാൻ പറ്റുന്നുണ്ട്, നമുക്ക് തരാൻ പറ്റാത്തതുണ്ട്. നമ്മളെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് ചില നീർച്ചയാകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഹിന്ദുക്കളിൽ കാണാം. അതൊക്കെ മതപരമായ നിയമങ്ങളാണ്. അതൊക്കെ ഓരോ മതങ്ങളും മതങ്ങളായി നിലനിന്നുകൊണ്ട് മാനുഷികമായ ഒരു സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്നതിൻ്റെ അർത്ഥം തന്നെ.